ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 12ാമത്തെ ചാപ്റ്റർ ആണ്, ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്നുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എക്സാമുകളിലൊക്കെ ആ ക്വസ്റ്റ്യൻ നമ്മളത് PYQ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോഴാണ് ഇതിന്റെയൊക്കെ സോഴ്സ് ഇതാണെന്നുള്ളത് മനസ്സിലായത്. കാര്യം കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ക്ലാസ് കാണുമ്പോഴേക്കും ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ചരിത്രത്തിന്റെ ആധാരശിലകൾ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ചരിത്രം എന്താണെന്നും ചരിത്രത്തിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ലഭിച്ചതെന്നും ചരിത്രത്തെ പറ്റിയുള്ള അറിവുകളൊക്കെ എങ്ങനെ ലഭിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പറയാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പ്രാദേശിക ചരിത്രമാണ് അത് തന്നിരിക്കുന്നത്. നമുക്ക് അത് വായിച്ചു തന്നെ തുടങ്ങാം. അതിൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ട് പറയാനായിട്ട്. തിരുവനന്തപുരം നഗരത്തിൽ 15 കിലോമീറ്റർ തെക്കു മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള ഒരു തീരപ്രദേശമാണിത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം എന്ന സംഘകാല സാഹിത്യകൃതികൾ പരാമർശിക്കുന്നുണ്ട്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമായാണ്. അല്ലെ, ഇനി എന്താ നോക്കിക്കേ. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയ് രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന ശിലാലിഖിതങ്ങളിലും മറ്റ് ചരിത്രരേഖകളിലും പറയുന്നു. അപ്പൊ ഏതാണ് പഠിക്കേണ്ടത്? CE 9-10 നൂറ്റാണ്ടുകളിലെ ദക്ഷിണേന്ത്യയിലെ ആയ് രാജവംശത്തിന്റെ തലസ്ഥാനം കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? വിഴിഞ്ഞമായിരുന്നു. ലീലാതിലകന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏതാണ് ലീലാതിലകത്തിന്റെ വ്യാഖ്യാനം? ആരുടേതാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടി. ഇനി നോക്കിക്കേ, ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച ആരാണ്? കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിക്കുന്നു. അപ്പൊ ഏതാണ്? കുവലയമാല എന്ന കൃതി ആരുടേതാണ്? ഉദ്യോധന സൂരിയാണ്. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ ഇവിടെ കോട്ടയെ പറ്റി, അപ്പൊ നെടുഞ്ചേഴിയന്റെ ശാസനം, പാണ്ഡ്യരാജാവാണ് ആര്? നെടുഞ്ചേഴിയൻ. ഒരു സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖം കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ? കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര വാണിജ്യ ബന്ധത്തിന്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോട് വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ പറയുന്ന ഈ ഒരു നോട്ടിൽ പറഞ്ഞതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ആണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒത്തിരി ചരിത്രപരമായിട്ടും വാണിജ്യപരമായിട്ടും ഒക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. പിന്നെ 9-10 നൂറ്റാണ്ടുകളിൽ ആയ് വംശത്തിന്റെ തലസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ലീലാതിലകത്തിന്റെ വ്യാഖ്യാനം നടത്തിയാരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടി. പഠിക്കണേ. പിന്നെ ഉദ്യാതന സൂരി ആരുടേതാണ്? ഉദ്യാതന സൂരി എന്ന ജൈനമുനി രചിച്ചതാണ് കുവലയമാല. അപ്പൊ കുവലയമാല ആരുടേതാണെന്ന് ചോദിക്കാം. ആരുടേതാണ്? ഉദ്യാതന സൂരിയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഏതാണ്? പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തില് അതിലും എന്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞത്തെ പറ്റി പറയുന്നുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്ര കുറിപ്പ് വായിച്ചല്ലോ. ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിന് എന്തെല്ലാം സ്രോതസ്സുകളായിരിക്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം? ഈ പറയുന്ന പുരാവസ്തുവിന്റെ തെളിവുകൾ ഉണ്ടാകും, ലിഖിതങ്ങൾ ഉണ്ടാകും, സാഹിത്യകൃതികൾ ഉണ്ടാകും, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ആയിരിക്കണം എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ പറയുന്ന വിശേഷങ്ങൾ. അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ചരിത്രത്തെ പറ്റി അറിയണമെങ്കിൽ ഈ പറയുന്ന കുറേ ആൾക്കാർ നടത്തിയ ലേഖനങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ ഉണ്ടാകും, അതേപോലെ പത്രങ്ങൾ ഉണ്ടാകാം, അല്ലെ? പിന്നെ എന്ത് പറയാം? നമുക്ക് ഔദ്യോഗിക രേഖകൾ പറയാം, അല്ലെ? ഔദ്യോഗിക രേഖകൾ പറയാം, പത്രങ്ങൾ പറയാം, സാഹിത്യകൃതികൾ പറയാം, സ്മാരകങ്ങൾ പറയാം. ഇതിൽ നിന്നൊക്കെ ആവണം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കുട്ടി ഈ പറയുന്ന ചരിത്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നതാണ് പറയുന്നത്.
ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചരിത്രം അഥവാ ഹിസ്റ്റോറി അല്ലെ. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകാം. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതിനെയാണ് ചരിത്ര രചന എന്ന് പറയുന്നത്. നോക്കാം. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചൊക്കെയാണല്ലേ നമ്മൾ മുൻപത്തെ ചാപ്റ്റർ വിജയനഗര സാമ്രാജ്യവും മുഗൾ സാമ്രാജ്യവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ ചരിത്രം എന്താണ്, പ്രാദേശിക ചരിത്രം എന്താണെന്നാണ് പറയുന്നത്. നോക്കിക്കേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ ഒക്കെയാണ് ചരിത്രം എന്ന് പറയുന്നത്. ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക, ലോക്കലായിട്ട് നമ്മൾ പറയത്തില്ലേ. എഴുതപ്പെട്ട രേഖകളുണ്ട്, പുരാവസ്തു തെളിവുകളുണ്ട്, ചരിത്ര അവശേഷിപ്പുകളെ എന്നിവ ഉപയോഗിച്ചായിരിക്കണം ചരിത്രം നിർമ്മിക്കുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രം എന്തായിരിക്കും? രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളൊക്കെ ആയിരിക്കും ഈ പ്രാദേശിക ചരിത്രത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ അപ്പൂപ്പനെ ചിലപ്പോൾ അപ്പൂപ്പനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ പറയും എൻ്റെ അപ്പൂപ്പന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു അല്ലെ, ഇന്ന സ്ഥലം ഞങ്ങളുടേതായിരുന്നു, അവിടെ ഞങ്ങൾ ഇന്നതാണ് ചെയ്തിരുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരായിരുന്നു ഭരിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പൊ എന്താണ്, ഇങ്ങനെ കൂടുതലും വാമൊഴികളിൽ നിന്നാണ് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ചരിത്രം നമ്മൾ അറിയപ്പെടുന്നത് കൂടുതലും. ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാധാന്യം നൽകാനായിട്ട് ഈ പറയുന്ന പ്രാദേശിക ചരിത്രത്തിന് സഹായകമാകും. ഇനി പറയുന്ന ചരിത്ര സ്രോതസ്സുകളാണ്. അതായത് നമുക്കറിയാം, ചരിത്രത്തെ പറ്റിയുള്ള അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയായിരിക്കണം? ഈ പറയുന്ന എന്താണ്, വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും എന്താണ്? ചരിത്ര സ്രോതസ്സാണ്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പുരാവസ്തുക്കളുണ്ട്, സ്മാരകങ്ങളുണ്ട്, സാഹിത്യ കൃതികളുണ്ട്, സഞ്ചാരക്കുറിപ്പുകളുണ്ട്, പത്രങ്ങളുണ്ട്, ഔദ്യോഗിക രേഖകളുണ്ട്. ഇവയെല്ലാം എന്താണെന്ന് പറയാൻ നമുക്ക് ചരിത്ര സ്രോതസ്സുകളാണ്. ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾ ചരിത്രം കളക്ട് ചെയ്യുന്നത്. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. കണ്ട, എന്തൊക്കെയായിരിക്കണം ഈ പറയുന്ന പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? കണ്ട, അതാണ് ആദ്യത്തേത്. നോക്കിക്കേ, ശിലാസ്മാരകങ്ങൾ അല്ലെ, പിന്നെന്താണ്, നാണയങ്ങള്, കൊട്ടാരങ്ങള്, പുരാലിഖിതങ്ങള്, ഗുഹകള്, ഇതെല്ലാം എന്താണ്, നമുക്ക് അന്നത്തെ കാലഘട്ടത്തെ പറ്റി നമുക്കൊരു ഐഡിയ ലഭിക്കും. ശിലാസ്മാരകങ്ങൾ നോക്കിക്കുക, അതിൽ ഓരോന്നാണ്ടാ പറയുന്നത്. നമുക്ക് ചുറ്റും ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങൾ നമുക്ക് ഈ ഇടുക്കിയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് ഈ പറയുന്ന മറയൂരൊക്കെ പോയി കഴിഞ്ഞ് ഈ പറയുന്ന അന്നങ്ങാടിയും മുനിയറകളും തൊപ്പിക്കലൊക്കെ കാണാനായിട്ട് പറ്റും. കണ്ട, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂര്, തൃശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് ഈ പറയുന്നത് നന്നങ്ങാടി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ആ മറയൂര് എന്ന് കാണാൻ വേണ്ടി പറ്റും. മറയൂര് കാന്തല്ലൂരേക്കൊക്കെ പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയൊരു പാറയുടെ മേളിലാണ് ഈ ഒരു ചെറിയൊരു മ്യൂസിയം പോലെയുണ്ട്. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. അതായത് നമ്മൾ ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി ചെന്തി മൂടി മണ്ണിന്റെ അടിയിലേക്ക് വെക്കും. നെക്സ്റ്റ് പറയുന്നത് ഗുഹകളെ പറ്റിയാണ്.
കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകൾ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട്. എടയ്ക്കൽ, എവിടെയാണ് എടയ്ക്കൽ കേവ്സ്? വയനാട്. പഠിക്കണേ, എടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? വയനാടാണ്. മറയൂർ എവിടെയാണ്? ഇടുക്കിയാണ്. ആങ്കോട് പഠിച്ചു വെച്ചോ. ആങ്കോട് എവിടെയാണ്? തിരുവനന്തപുരം. ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഇപ്പൊ ചരിത്രത്തെ പറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്ന ഗുഹയായ ആങ്കോട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കാം. തെന്മല ചോദിച്ചിട്ടുണ്ട്. തെന്മല എവിടെയാണ്? തെന്മല ബട്ടർഫ്ലൈ പാർക്ക് ഒക്കെ ഉണ്ട്, അത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കോട്ടുകൽ എവിടെയാണ്? കൊല്ലമാണ്. എന്നിവിടങ്ങളിലെ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ് ഇവയൊക്കെ സംരക്ഷിക്കുന്നത്. എടയ്ക്കൽ കേസിനുള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ വിശദീകരിച്ചു തരും. അവിടെ ഓരോ കഥയൊക്കെ പറഞ്ഞു തരും. ഒരു മൂപ്പന്റെയും ഒക്കെ കഥ ഇങ്ങനെ അവർ പറഞ്ഞു തരും ഈ ഒരു ഗുഹയിൽ ചെന്ന് കഴിഞ്ഞാൽ. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എന്ത്? എടയ്ക്കൽ കേവ്സ് അല്ലെ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ കേവ്സ് ഉള്ളത്. ഇവിടത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ എടയ്ക്കൽ കേവ്സ് നമ്മൾ പറഞ്ഞു, എവിടെയാണത്? നമ്മുടെ വയനാടാണ് എടയ്ക്കൽ കേവ്സ് ഉള്ളത്. ഇനി പറയുന്ന പുരാലിഖിതങ്ങളാണ്. ആദ്യം നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനെയും പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് എന്തെന്ന് പറയുന്നത്? പുരാലിഖിതങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാകാം? അത് ലോഹത്തകിടുകളാകാം, ഓലകളാകാം, ശിലകളിലാകാം. ഇങ്ങനെ എന്താണ്? പുരാലിഖിതങ്ങളാണ്. ലിഖിത പഠനം, അതൊന്ന് പഠിച്ചു വെക്കണേ. പേരെന്താണ്? എപ്പിഗ്രാഫി. ലിഖിത പഠനം എന്ന് പറഞ്ഞാൽ എപ്പിഗ്രാഫി അല്ലെ. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എന്ന് പഠിച്ചു വെക്കണം. ലിഖിത പഠനം അഥവാ എന്താണ്? എപ്പിഗ്രാഫി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ എപ്പിഗ്രാഫി. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ലിഖിത പഠനം അല്ലെങ്കിൽ എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി വെച്ചേക്കണം. നോക്കിക്കേ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജ ട്രാവൻകൂർ വി ഹിയർബൈ ഡിക്ലെയർ ദാറ്റ് ആൻഡ് കമാൻഡ് ദാറ്റ് ദ റീഷുഡ് എന്തൊക്കെയോ കുറെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റണില്ല. ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പൊ ആരുടേതാണ് ക്ഷേത്രപ്രവേശന വിളംബരം? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ്. ഓക്കെ ആണല്ലോ. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഠിക്കേണ്ട പോയിന്റുകളിലേക്ക് വരുവാണ്. തരിസാപ്പള്ളി ലിഖിതം എവിടെയാണ്? കൊല്ലം ജില്ല. ജൂതശാസനം കണ്ടെത്തി എവിടെ നിന്നാണ്? മട്ടാഞ്ചേരിയിൽ നിന്നാണ്. പാലിയം ശാസനം എവിടെ നിന്നാണ്? ആലപ്പുഴ. എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. തരിസാപ്പള്ളി കൊല്ലം, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും ആർക്കാണ്? കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. കോട്ടകളും കൊട്ടാരങ്ങളും രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഏതൊക്കെയാണ്? ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ബേക്കൽ കോട്ടയുണ്ട്, അതേപോലെ തന്നെ കണ്ണൂർ കോട്ടയുണ്ട്, പിന്നെ ഏതാണ്? പാലക്കാട് കോട്ടയുണ്ട്, അഞ്ചുതെങ്ങ് കോട്ടയുണ്ട്. അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും നിർവഹിക്കുന്ന ചോദിക്കും കേട്ടോ ചിലപ്പോൾ. അത് കേരള ആർക്കൈവ്സ് ആണ്. തരിസാപ്പള്ളി എവിടെയാണ്? കൊല്ലമാണ്. ജൂതശാസനം മട്ടാഞ്ചേരിയാണ്. പാലിയം ശാസനം ആലപ്പുഴയാണ്. കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങൾ ഏതൊക്കെയാണ്? പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി കിളിമാനൂർ പാലസ്, അറക്കൽ കൊട്ടാരം, ശ്രീകൃഷ്ണപുരം കൊട്ടാരം അല്ലെ. ഇതെല്ലാം പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ്. ഇനി നമ്മുടെ ബേക്കൽ കോട്ട എന്താന്ന് പറയുവാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് എന്ത്? ബേക്കൽ കോട്ട. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജ്. പഠിച്ചു വെച്ചോ, പള്ളിക്കര വില്ലേജ്. ചിലപ്പോ ഇത്രയും നാൾ ചോദിച്ചിരുന്ന ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ എന്നെവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ്. ഇനിയിപ്പോ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതെന്ന് എടുത്ത് ചോദിച്ചാൽ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. എവിടെയാണ്? പള്ളിക്കര വില്ലേജ്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയുണ്ട്. 17-ാം നൂറ്റാണ്ട് അല്ലെ, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ. അന്നും എന്താണ് നമ്മുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരുന്നു. അപ്പൊ എവിടെയാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്, പള്ളിക്കര വില്ലേജിലാണ്.
ഇനി നമ്മൾ അടുത്ത് പറയുന്ന നാണയങ്ങളെ പറ്റിയാണ്. നോക്കിക്കേ, നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? നാണയശാസ്ത്രം. എന്താണ് അതിനെ പറയുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ന്യൂമിസ്മാറ്റിക്സ്. അപ്പൊ എപ്പിഗ്രഫി നമ്മൾ പറഞ്ഞു എന്താണ്? ലിഖിത പഠനം. അതേപോലെ ന്യൂമിസ്മാറ്റിക്സും പറഞ്ഞു അല്ലെ, നാണയത്തെ പറ്റിയുള്ള പഠനമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകൾ ഇവ അറിയപ്പെടുന്നു. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെ? അതെ, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നാണയം പുറത്തിറക്കിയ സമയം അല്ലെ, കാലഘട്ടം, വർഷം വായിക്കാൻ പറ്റും. നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരൊക്കെയാന്ന് വായിക്കാൻ പറ്റും അല്ലെ. മെയിൻ ആയിട്ട് ആ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നോക്കിക്കേ, കണ്ടോ, ഇതൊക്കെയാണ് ഈ പറയുന്ന പണങ്ങള്. കണ്ടോ, അതേ തിരുവിതാംകൂർ അര രൂപ. അതുകൊണ്ട് അര രൂപയാണത്, അര രൂപ. ഓക്കെ, അടുത്ത പറയുന്നത് വീരരായൻ പണമാണ്. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് എന്ത്? വീരരായൻ പണം. വീരരായൻ പണം എവിടത്തെയാണ്? കോഴിക്കോട് സാമൂതിരിമാരുടേതാണ്. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവയാണ് ഇവയിൽ കാണുന്നത്. അപ്പൊ എന്താണ് പൊൻപണം? വീരരായൻ പണമാണ്. 1667 മുതലാണ് ഇത് അച്ചടിച്ചു തുടങ്ങിയത്. അപ്പൊ വീരരായൻ പണം എവിടെയാണ്? കോഴിക്കോട് സാമൂതിരിയുടെ കാലഘട്ടത്താണ്. ഇനി പറയുന്ന ചരിത്ര സ്മാരകങ്ങളാണ് പറയുന്നത്. നോക്കിക്കേ, തളി ക്ഷേത്രമുണ്ട്, മിസ്കാൽ പള്ളിയുണ്ട്, പിന്നെ എന്താ വന്നിരിക്കുന്നത്? ദേവമാതാ കത്തീഡ്രൽ, അതേപോലെ കടൽപ്പാലം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണിവ. സാമൂതിരിയുടെ കാലഘട്ടത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചാണ്. PYQ ആണ്. അതായത് രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? നമ്മുടെ തളി ക്ഷേത്രമാണ്. സാമൂതിരിയുടെ പണ്ഡിത സദസ്സാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ പറയുന്ന രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു എന്ത്? മിസ്കാൽ പള്ളി. കണ്ടോ, മിസ്കാൽ പള്ളി എന്ന് പറയുന്ന ഇതാണ് മിസ്കാൽ പള്ളി. അത് ഏതാണ്? പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രം. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. അപ്പൊ എവിടെയാണ്? പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ്, കോഴിക്കോട് അല്ലെ. ഏതാണ്? ദേവമാതാ കത്തീഡ്രൽ. ഏത് വർഷമാണ്? 1513. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായ വ്യാപാര ബന്ധത്തിന്റെ തെളിവുകളാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാൻ കഴിയും. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഓരോന്നും പറയുവാണ്. ഫസ്റ്റ് വൺ പറയുന്ന നോക്കിക്കേ, ഇവിടെ ഈ സിനഗോഗ് എവിടെയാണ്? ജില്ലകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സിനഗോഗ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് അല്ലെ. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് ഈ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 1568 മലബാറിലെ യഹൂദരാണ് ഈ ആരാധനാലയം നിർമ്മിക്കുന്നത്. ഇപ്പൊ എന്താണ്? നമ്മുടെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ഈ മട്ടാഞ്ചേരി സിനഗോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്കിവിടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എറണാകുളത്തേക്കൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനുള്ള മട്ടാഞ്ചേരി കുരിയച്ചന്റെ പള്ളിയും ഒക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. ഒത്തിരി ചരിത്രപരമായ കുറെ കാര്യങ്ങൾ നമുക്കവിടെ കണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കരുമാടിക്കുട്ടൻ സ്മാരകമാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയായിരിക്കും? ആലപ്പുഴയിൽ അല്ലേ. ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകമുള്ളത്. ആലപ്പുഴ. ഓക്കെ, അതായത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ കരുമാടി ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയതാണ് ബുദ്ധ പ്രതിമയെ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് കരുമാടിക്കുട്ടൻ സ്മാരകം? ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ്. നെക്സ്റ്റ് പറയുന്ന പുനലൂർ തൂക്കുപാലമാണ്. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം ഉള്ളത്. അതായത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ കല്ലടയാറിന്റെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാൾ രാമവർമ്മയാണ് 1877 എന്ത് ചെയ്യുന്നത്? ഈ തൂക്കുപാലം. ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ ഈ തൂക്കുപാലം എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അടുത്ത പറയുന്നത് ചന്ദ്രഗിരി കോട്ടയാണ്. ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട. ഓക്കെ, 1700 നിർമ്മിക്കപ്പെട്ട ഈ കോട്ട എന്ന് പറയുന്നത് ഇപ്പോഴേതാണ് നമ്മുടെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്മാരക കേന്ദ്രമായിട്ടാണ്. നെക്സ്റ്റ് പറയുന്ന വാഗൺ ട്രാജഡി സ്മാരകമാണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? തിരൂരാണ്. തിരൂര്.
ഓക്കെ, വാഗൺ ട്രാജഡി കൂട്ടക്കൊലയുടെ 80ാം വർഷത്തോടനുബന്ധിച്ചാണ് എന്ത് നിർമ്മിക്കുന്നത്? തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ചതാണ് ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? കരുമാടിക്കുട്ടൻ സ്മാരകം, സിനഗോഗ്, അതേപോലെ തന്നെ പുനലൂർ തൂക്കുപാലം, ചന്ദ്രഗിരി കോട്ട, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ സ്ഥലങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് സാഹിത്യ സ്രോതസ്സുകളാണ്. ലഭ്യമായ ചരിത്ര രചനാ സ്രോതസ്സുകൾ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ. വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നുണ്ട്. നോക്കിക്കേ, കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലമ്മ ദീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി കോഴിക്കോട് എത്തിച്ചത്. ഏതിൽ പറയുന്നതാണ്? കോകില സന്ദേശം. ഇത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലാകും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? 15ാം നൂറ്റാണ്ടിൽ ഈ കഴിഞ്ഞിടക്ക് നടന്ന പരീക്ഷയുടേതാണ്. ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം. ഇങ്ങനെ തന്നെയായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം രചിച്ചത് എന്നുള്ളത്. അപ്പൊ ആരാണ്? 15ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കോകില സന്ദേശം. സംസ്കൃതമാണ്. സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകമാണ് തന്നിരിക്കുന്നത്. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ കോകില സന്ദേശം. സംഘ സാഹിത്യ കൃതികൾ. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ. ഏതൊക്കെയാണ്? പതിറ്റുപ്പത്ത്, പുറനാന്നൂറ്, അകനാന്നൂറ്, കുറുംതൊകൈ, നറ്റിണൈ തുടങ്ങിയവ പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികളാണ്. എന്തൊക്കെയാണ്? പതിറ്റുപ്പത്ത്, പുറനാന്നൂറ്, അകനാന്നൂറ്, കുറുംതൊകൈ, നറ്റിണൈ. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യ കൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നു. 12, 15 നൂറ്റാണ്ടുകൾ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ഈ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19ാം നൂറ്റാണ്ടിൽ ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ദുലേഖ എന്ന കൃതി എഴുതിയതാരാണ്? ഒ ചന്തുമേനോനാണ്. ഇനി പറയുന്ന അതേപോലെ തന്നെയാണ് സഞ്ചാരക്കുറിപ്പുകൾ അല്ലെ. നമ്മുടെ നാട്ടിലെ സമ്പത്തൊക്കെ കണ്ടിട്ട് ഒത്തിരി അയൽ രാജ്യങ്ങളിൽ നിന്ന്, പേർഷ്യയിൽ നിന്നും അതേപോലെ ബ്രിട്ടീഷുകാരും അങ്ങനെ ഒത്തിരി പേര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നാണ് നോക്കിക്കേ, ലോകത്തിന്റെ എല്ലാ കോണുകളിലും നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തിവരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തുന്ന ചരക്കുകളുടെ 40% ഭാഗവും ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടയ്ക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖാണ്. അബ്ദുൾ റസാഖിന്റെ വിവരണത്തിൽ നിന്നാണ് ഈ ഒരു കോട്ടിങ്സ് നമുക്ക് അല്ലെ ഇത്രയും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഉത്തരവാദിത്വം എഴുതിയേക്കെന്ന് നോക്കിക്കേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയുന്നതില്ലേ, ഉത്തരവാദിത്വം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ സംസ്കൃതത്തിൽ ശരിക്കും ഇത് ഉത്തരവാദിത്വം ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ PSC ഒരു തവണ ഇത് ആൻസർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു തവണ ഇതും ആൻസർ തന്നിട്ടുണ്ട്. ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞപ്പോഴേക്കും കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞതല്ലേ. 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് വന്ന പേർഷ്യൻ സഞ്ചാരിയാണ് ആര്? അബ്ദുൾ റസാഖ്. അങ്ങനെ തന്നെ ചോദിക്കുകയോ. 15ാം നൂറ്റാണ്ട് ആരാണ് കോഴിക്കോട് വന്ന പേർഷ്യൻ സഞ്ചാരിയുടെ പേരാണ് അബ്ദുൾ റസാഖ്. അദ്ദേഹം പറയുന്ന വിവരണങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് അല്ലെ? അന്നത്തെ കാലഘട്ടത്തെ നമ്മുടെ പറയുന്ന എന്താണ് സമുദ്ര കച്ചവടങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാകും അല്ലെ. അതേപോലെ തന്നെ എന്ത് സാധനമാണ് നമ്മൾ കൂടുതലായിട്ട് കയറ്റി വെച്ചതെന്നും അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അവിടുത്തെ സാമ്പത്തിക ഘടന എന്താണെന്നും സാമൂഹിക ജീവിതം എന്താണെന്നും അതേപോലെ അവിടുത്തെ സ്ഥലങ്ങൾ, സംഭവങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഈ അദ്ദേഹത്തിന്റെ ആ ഒരു സഞ്ചാരക്കുറിപ്പിൽ നമുക്ക് ലഭ്യമാകും. പ്രാദേശിക ചരിത്ര രചനകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് സാധിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്കും ഇത്
വെളിച്ചം വീശുന്നു. ഇനിയിപ്പൊ നമുക്ക് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുടെ പേരാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികളാണ്. അതായത് ഗ്രീസ് ആരാണ്? മെഗസ്തനീസ്, അദ്ദേഹം എവിടെ നിന്നാണ്? ഗ്രീസ് ആണ്. സുലൈമാനും അബ്ദുൾ റസാഖും എവിടെ നിന്നാണ്? പേർഷ്യയിൽ നിന്നാണ്. മാർക്കോ പോളോ എവിടെയാണ്? വെനീഷ്യൻ വ്യാപാരിയാണ്. വെനീഷ്യൻ വ്യാപാരി മാർക്കോ പോളോ നമ്മൾ പഠിക്കുന്നുണ്ട്. കേരളത്തെ പറ്റി പരാമർശിച്ചിട്ടുള്ള വെനീഷ്യൻ വ്യാപാരി ആര്? മാർക്കോ പോളോ. മൊറോക്കൻ വ്യാപാരി ആര്? ഇബൻ ബത്തൂത്ത. വെനീസ് വ്യാപാരി ആരാണ്? നിക്കോളോ കോണ്ടി. മാഹ്വാൻ എവിടെ നിന്നാണ്? കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു വിദേശ സഞ്ചാരിയാണ് മാഹ്വാൻ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാം. എവിടെയാണ്? ചൈനയാണ്. ബാർബോസ എവിടെയാണ്? പോർച്ചുഗൽ. അപ്പൊ മെഗസ്തനീസ് ഗ്രീസ് ആണ്. മെഗസ്തനീസ് ഗ്രീസ്, കണക്ട് ചെയ്ത് പഠിക്കുക. നീസ് ഗ്രീസ്. സുലൈമാനും അബ്ദുൾ റസാഖും എവിടെയാണ്? പേർഷ്യ. മാർക്കോ പോളോ വെനീസിലെ വ്യാപാരിയാണ് മാർക്കോ പോളോ നിക്കോളോ കോണ്ടി, അവർ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുക. മാർക്കോ പോളോ നിക്കോളോ കോണ്ടി, കണക്ട് ചെയ്ത് പഠിക്കുക. ഇബൻ ബത്തൂത്ത മൊറോക്കോ. മഹ്വാൻ ചൈന അല്ലെ, നമ്മൾ ഹാൻ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചൈനക്കാർ സംസാരിക്കുന്നത്. അപ്പൊ മഹ്വാൻ ചൈനയാണ്. ബാർബോസ എവിടെയാണ്? പോർച്ചുഗലാണ്. അതേപോലെ തന്നെ ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളിൽ മിക്കതും എന്താണ്? ആത്മകഥകളും ജീവചരിത്രങ്ങളും ഉണ്ട്. നോക്കാം നമുക്ക്. ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. തകഴിയുടെ ആത്മകഥയുടെ പേരാണ് എന്ത്? ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കുറെ പേരുണ്ട്. അപ്പൊ അതിലൊരാളാണ് എന്ത്? തകഴി. പഠിച്ചു വെക്കണേ. തകഴിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിലെന്നില്ല. നല്ല കഞ്ഞി പശയിൽ നീലം ചേർത്ത് മുണ്ട് പിഴിഞ്ഞുണക്കും. എന്നിട്ട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തേച്ച് ഷർട്ട് ഇട്ടതും തിരുവനന്തപുരം ലാ കോളേജിൽ ചേർന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച് ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. കണ്ടാ, ആത്മകഥയിൽ പറയുന്നതാണ്. അപ്പൊ എന്താണ്? തകഴിയുടെ ആത്മകഥയുടെ പേരാണെന്ത്? ആത്മകഥ. കണ്ട, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്നത്തെ ആ ഒരു നമ്മുടെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊന്നാണ് എന്ത്? വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായിട്ട് മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലെ, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാറുണ്ട്. എന്താണ് ഈ പറയുന്ന ആർക്കൈവ്സ്? ഇവരുടെ ന്യൂസ് പേപ്പറുകൾക്കും ഉണ്ടാകുമല്ലോ ഒരു ആർക്കൈവ്സ് ഉണ്ടാകും. അതായത് അവരുടെ പത്രം ഇറങ്ങി അന്ന് മുതലുള്ള പത്രങ്ങളുടെ ഓരോ കോപ്പി അവരോട് എന്ത് ചെയ്തിട്ടുണ്ടാകും? സൂക്ഷിക്കുന്നുണ്ടാകും. അപ്പൊ അവർക്കൊരു കാര്യം അറിയണമെങ്കിൽ എന്താണ്? അതിൽ പോയി ഒന്ന് കളക്ട് ചെയ്ത് തപ്പി എടുത്തു കഴിഞ്ഞാൽ മതി. അത്യാവശ്യം ന്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രാദേശിക ചരിത്ര രചനകളേക്ക്. ഒരു നിശ്ചിത പ്രദേശീയ മുൻകാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. ചരിത്രം എന്താണ്? പ്രാദേശിക ചരിത്രം എന്താണ്? അതിന്റെ വ്യത്യാസമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. നാം ഇതുവരെ പരിചയപ്പെട്ട ചരിത്ര സ്രോതസ്സുകൾ പ്രധാനമായും മുഖ്യധാരാ ചരിത്ര രചനയ്ക്കാണ് സഹായകമാകുന്നത്. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് നമ്മെ സഹായിക്കുന്ന സ്രോതസ്സുകളാണ് എന്തൊക്കെയാണ്? പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, മെയിനായിട്ട് വാമൊഴി, സ്ഥലനാമ ചരിത്രങ്ങൾ, കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങള്, നാട്ടറിവുകള്, ആചാരാനുഷ്ഠാനങ്ങള്, പാട്ടുകള്. ഈ പാട്ടുകളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ ഓരോ കഥകൾ ഉണ്ടാകും അല്ലെ, അതിൽ ഓരോന്ന് പറയുവാണ്. ഇനി പ്രാദേശിക നിരീക്ഷണം. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മമായ പഠനമാണ്. ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മവശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം ആവശ്യമാണ്. അല്ലെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു കുഞ്ഞു നാടിന്റെ ചരിത്രമൊക്കെ അറിയണമെങ്കിൽ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയുള്ള നിരീക്ഷണമാണ്. അല്ലെ, എന്തൊക്കെയാണ്? അല്ലെ, ആഹാരത്തെ പറ്റി അറിയാൻ പറ്റും, വസ്ത്രത്തെ പറ്റി, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷാ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം, ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ലഭിക്കും? ഓരോ ഡീറ്റെയിൽസ് കിട്ടും. ഉണ്ടോ? ഈ ഒരു കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഒരു പ്രദേശം എഴുതി, അവിടുത്തെ വില്ലേജ്, താലൂക്ക് എന്താണ്, ജില്ല എന്താണെന്നൊക്കെ എഴുതി, അവിടുത്തെ മണ്ണിനം ഏതാണ്, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഈ ഒരു ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആ പറയുന്ന ഒരു സ്ഥലത്തെ പറ്റിയുള്ള സകല വിവരങ്ങളും നമുക്ക് കിട്ടും. നെക്സ്റ്റ് പറയുന്ന ഓർമ്മകളാണ് അല്ലെ, വാമൊഴി. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി എന്ന് പറയുന്നത്.
ഓക്കെ. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങിയവ ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരണങ്ങൾ അനിവാര്യമാണ്. അല്ലെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നല്ലൊരു പ്രായമുള്ള ഒരു അപ്പൂപ്പനോടും അമ്മൂമ്മയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ പറ്റിയുള്ള കുറേ വിവരങ്ങൾ കിട്ടും. ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ നാടും എന്താണ് നമ്മുടെ ചുറ്റുപാടും എന്നൊക്കെ പറഞ്ഞ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരോട് ചോദിക്കുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വലിയൊരു തോടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വീട് ഇവിടെയും എന്റെ തറവാട് ഇങ്ങനെയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റപ്പറമ്പാ, പക്ഷെ ഇവിടെ ഇത് വേറൊരു പഞ്ചായത്തും ഇത് വേറൊരു പഞ്ചായത്തുമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടി പണ്ടൊരു തോടുണ്ടായിരുന്നു. ആ തോടാണ് എന്ത് ചെയ്യുന്നത് ആ പഞ്ചായത്തുകളെ തമ്മിൽ തിരിച്ചുണ്ടായിരുന്നത്. അപ്പൊ തൊട്ടുമുറ്റ് ഞങ്ങൾ ഒരേ മുറ്റമാണെങ്കിൽ പോലും എന്താണ് അതിന്റെ നടുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഞങ്ങളുടെ കാലത്ത് നമ്മളത് കണ്ടിട്ടൊന്നുമില്ല ആ തോടുന്നു. പക്ഷെ എന്താണ് അത് നമ്മുടെ മുതിർന്നവരെ ഒത്തിരി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ ഒരു തോട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് രണ്ട് പഞ്ചായത്ത് തന്നെ ആയിപ്പോയത്. ചേട്ടൻ്റെ അനിയന്റെയും വീടാണ്, പക്ഷെ രണ്ട് പഞ്ചായത്തിലാണ്. അപ്പൊ അതേപോലെ പല കാര്യങ്ങളും എന്താണ് നമുക്ക് ഈ പറയുന്ന വാമൊഴികളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്ഥലനാമ ചരിത്രം നോക്കാം നമുക്ക്. ഇനി ഓരോ സ്ഥലങ്ങളുടെയും പേര് വന്ന കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. കോഴിക്കോടിന് ആ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. കോയിൽ മീൻസ് എന്താണ് കൊട്ടാരം എന്നും കോട്ട എന്നുള്ള രണ്ട് പദങ്ങൾ ചേർന്ന് കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോഴിക്കോടിന്റെ പഴയ പേര് എന്തായിരുന്നു? കോയിൽ കോട്ട. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. ഇത് കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്നാണ് നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നത്. തൃശ്ശൂര്, കണ്ണൂര്, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിൽ സ്വാധീനം ഇപ്പൊ ഉണ്ട്. എരമല്ലൂർ ഊറാണ്. അതേപോലെ അരൂർ കണ്ടോ. അതേപോലെ ചേരികൾ പറയാണ് തലശ്ശേരി, തങ്കശ്ശേരി, കണ്ണൂര്, തൃശ്ശൂര് അതൊക്കെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഇനി പറയുന്നത് കുടുംബ ചരിത്രമാണ്. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്രരചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിന്റെയോ പ്രദേശത്തിന്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നാണ് ഒരു പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമയാണ്. അതായത് ചില സ്ഥലങ്ങളൊക്കെ അറിയപ്പെടുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രമുഖ കുടുംബത്തിന്റെ പേരിലായിരിക്കും. മൊത്തത്തിൽ ചിലപ്പോൾ ആ ഒരു നാട് മുഴുവൻ ചിലപ്പോൾ എന്താണ് ആ ഒരു പേരിൽ തന്നെ ആ ഒരു പേരിൽ ചെറിയൊരു കുടുംബം ഉണ്ടാകും അവിടെ. അതായത് പണ്ട് കാലത്ത് ചിലപ്പോൾ അവരായിരുന്നിരിക്കണം അവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഔദ്യോഗിക രേഖകൾ നോക്കാം നമുക്ക്. 1930 മെയ് 17 എന്താണ് സംഭവിച്ചത്? 1930 മെയ് 17 ഡേറ്റ് പഠിക്കണേ. 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താല്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകൾ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പുണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവയിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായ പ്രതിരോധമാണ് നടത്തിയത്. അപ്പൊ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര രേഖയാണ് തന്നിരിക്കുന്നത്. HFM ഫയൽസ് നമ്പർ 103 തമിഴ്നാട് സ്റ്റേറ്റ് ആർക്കൈവ്സ് എഗ്മൂർ. അവിടുത്തെ ഒരു ആർക്കൈവ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫയലിന്റെ അകത്ത് നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ആണിത്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? അന്ന് കോഴിക്കോട് നടന്ന ആ ഒരു ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത്. അതേപോലെ എന്തൊക്കെ ഔദ്യോഗിക രേഖകളാണ്? സെൻസസ് റിപ്പോർട്ടുകളുണ്ട്, ഗസറ്റ് രേഖകളുണ്ട്, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ, ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്, പഴയ കാലത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. പണയരേഖകൾ അഥവാ ആധാരങ്ങൾ. പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്രരചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുക്കൾ എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ലഭിക്കും. നെക്സ്റ്റ് പറയുന്ന ഇതാണ് നാട്ടറിവുകളും പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങൾ. പ്രാദേശിക ചരിത്രരചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് നാട്ടറിവുകളും പാട്ടുകളും.
അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചും പാട്ടുകൾ നാടിന്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. നോക്കിക്കേ, കൂരൻ, ചോഴൻ, പഴവരി, കുറുക്കൊങ്ങണം, വെണ്ണക്കണ്ണൻ, മോടൻ, കാടൻ, കുറുവ, കുടിയൻ, പങ്കി, പൊങ്കാളി, ചെന്നൽ, ആനക്കോടൻ, കിളിയിറ, കനങ്ങാരിയൻ, വീരവിത്തൻ, കാണാം മറ്റു പലവിധ മുടൻ, നെല്ലു കല്യാണ കീർത്തി. ഇതിലാണ് പറയുന്നത്, ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്ന ഒരു കോട്ടിങ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന നെല്ല് വിത്തിനങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? കൂരനുണ്ട്, ചോഴനുണ്ട്, പഴവരിയുണ്ട്, കുറുക്കൊങ്ങണമുണ്ട്, വെണ്ണക്കണ്ണനുണ്ട്, മോടൻ, കാടൻ, കുറുവ. ഇതെല്ലാം എന്താണ്? വിത്തിനങ്ങളാണ്, നെൽവിത്തിനങ്ങളാണ്. കണ്ട, പലവിധ മുടൻ നെല്ലു കല്യാണ കീർത്തി. അപ്പൊ അത് ഏതിലാണ്? ഉണ്ണുനീലി സന്ദേശത്തിലാണ്. ഏതെല്ലാം പ്രാദേശിക നെൽവിത്തിനങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് ഈ വരിയിൽ പറയുന്നത്? രേഖകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും പുറമെ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവ്യാഖ്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം എന്താണ്? നമ്മുടെ ചരിത്രത്തിന്റെ സ്രോതസ്സുകളാണ്. പ്രദേശത്തിന്റെ സമഗ്ര ജീവിത ശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സാമൂഹ്യ ചരിത്രത്തിന്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം. മുകളിൽ പറഞ്ഞ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തി നമുക്ക് പ്രാദേശിക ചരിത്ര രചന നടത്താനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്? ഭൂപ്രകൃതി എന്താണ്? പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിന്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകളെ എന്നിവ ചരിത്രരചനയിൽ ഉണ്ടാവണം. അതായത് ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ ഒരു നാടാണെങ്കിൽ അതിൻ്റെ അതിർത്തികൾ എന്താണ്, അവിടെ എന്തൊക്കെ നദികളുണ്ട്, അവിടെ എന്ത് കുന്നുണ്ട്, മലയുണ്ടെന്നൊക്കെ എന്താണ് വ്യക്തമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. ഇനി അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ പറ്റി എന്താണ്? അവിടുത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ ഉണ്ടെങ്കിൽ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം നമ്മൾ എന്താണ് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ പ്രദേശത്തെ പ്രധാന കൃഷി എന്താണെന്നും, കൈത്തൊഴിലുണ്ടെങ്കിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ ഇവയെല്ലാം അതിൽ രേഖപ്പെടുത്തണം. പിന്നെ അതിജീവന മാതൃകകൾ, അതായത് പേമാരി, വരൾച്ച, പകർച്ചവ്യാധി, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിന്റെ വിശകലനം. ഇപ്പൊ നമ്മൾ 99 വെള്ളപ്പൊക്കം എന്നൊക്കെ പറയത്തില്ലേ, ആ സമയത്തേക്ക് എങ്ങനെ അവർ അതിനെ അതിജീവിച്ചു എന്ന ഡീറ്റെയിൽസും കൂടി നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകണം. പിന്നെ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. ആ സമയത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം എങ്ങനെയാണ്, വായനശാലകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പറ്റി വിവരിക്കണം. പിന്നെ ഭൂബന്ധങ്ങളാണ്. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതിവിവര കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദേശീയ ബോധമാണ്. പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്രരചനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ് പറയുന്ന ഗ്രന്ഥസൂചിയാണ്. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പുവരുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി അഥവാ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് പഠനത്തിന്റെ അവസാന ഭാഗം. നമ്മൾ റെഫറൻസ് പറയത്തില്ലേ, അതിനെയാണ് ഈ പറയുന്നത്. നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗ്രന്ഥസൂചി എന്ന് പറയുന്നതാണ്. പിന്നെ എന്തൊക്കെ വേണം? ഒരു തലക്കെട്ട് വേണം, അല്ലെ? ഉള്ളടക്കം വേണം. നമ്മൾ പഠിച്ചിട്ടില്ലേ, മാപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ വേണം? തലക്കെട്ട് വേണം, അതിന്റെ മാപ്പിന്റെ. അതേപോലെ തന്നെ പ്രാദേശിക ചരിത്രരചനയുടെ ഘടനയാണ് പറയുന്നത്. തലക്കെട്ട് ഉണ്ടാവണം, ഉള്ളടക്കം ഉണ്ടാകണം, സാക്ഷ്യപത്രം ഉണ്ടാവണം, നന്ദി പ്രസ്താവന, ആമുഖം വേണം, അധ്യായങ്ങൾ ഓരോ അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കണം, ഉപസംഹാരം വേണം, പരാമർശങ്ങൾ, ആരെയൊക്കെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അതൊക്കെ രേഖപ്പെടുത്തണം, എന്തൊക്കെ ഫോട്ടോകളാ, പാട്ടുകളാ, ചോദ്യാവലികളാ, അനുബന്ധങ്ങൾ വേണം, ലാസ്റ്റ് എന്ത് വേണം? ഗ്രന്ഥസൂചി, റെഫറൻസ് വേണം. പ്രാദേശിക ചരിത്രരചന സംസ്കാരങ്ങളുടെ വീണ്ടെടുപ്പിൽ നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിന്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവയാണ് പ്രാദേശിക ചരിത്രങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാം. അപ്പൊ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. പഠിക്കാനായിട്ട് അവിടെ നിന്ന് ഉടനെയായിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഉള്ളത് നമ്മൾ അധികം കാണാത്ത കുറെ കാര്യങ്ങളാണ്, അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? കോകില സന്ദേശം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ, പിന്നെ നമ്മൾ വേറൊരു കൃതിയും കൂടി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ആദ്യം തന്നെ. ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? നമ്മുടെ കുവലയമാല. കുവലയമാല ആരുടേതായിരുന്നു? ഉദ്യോധന സൂര്യയുടെ കുവലയമാലയെ പറ്റി പറഞ്ഞു. ഇതൊക്കെ എന്താണ്? പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അങ്ങനെ നമ്മുടെ 7ാം ക്ലാസ്സും നമ്മുടെ എന്തായിട്ടുണ്ട്? സോഷ്യൽ സയൻസും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സയൻസ് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു, സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്